നമസ്കാരം. ജനുവരി 23-ാം തീയതിയിലെ പ്രീ മാർക്കറ്റ് അനാലിസിസ് വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതാണ് ഇന്ന് മാർക്കറ്റിൻ്റെ വോളിയം പ്രൊഫൈലും ക്യാൻഡിൽ ചാർട്ടും. അപ്പോൾ നമ്മൾ ഇന്നലെ മാർക്ക് ചെയ്ത ലെവൽസ് എല്ലാം ഇന്ന് പ്രോപ്പറായിട്ട് റെസ്പെക്റ്റ് ചെയ്തോ എന്നൊന്ന് പെട്ടെന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ലൈൻസ് ഇതായിരുന്നു. അപ്പം നമുക്ക് നോക്കിയറിയാം. ഇപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് നമ്മൾ മാർക്ക് ചെയ്ത ഒരു ലെവലായ 25,346 തന്നെയാണ്. പിന്നെ മാർക്കറ്റ് ഫസ്റ്റ് റെസിസ്റ്റൻസ് നമുക്ക് കിട്ടിയത് നമ്മൾ മാർക്ക് ചെയ്ത വേറെ ലെവലായിരുന്നു 25,450. അവിടുന്ന് ഫോളായിരുന്നു. അവിടുന്ന് ഫോൾ ചെയ്തിട്ട് ഇവിടെ ഒരു 25,200 ലെവലിൽ ഒരു സ്ട്രോങ് സപ്പോർട്ട് ഫോം ആയതായി കാണാം. കാര്യം നമ്മളോട് നോക്കി അറിയാം 1 2 3 4 4 പ്രാവശ്യം അതൊന്ന് ടാപ്പ് ചെയ്തിട്ടുണ്ടായി. അപ്പം എല്ലാ പ്രാവശ്യവും നമുക്ക് ചെറിയൊരു പുൾ ബാക്ക് കിട്ടി. പക്ഷേ അവസാനത്തെ നമ്മുടെ ഇന്ന് സെൻസെക്സിൻ്റെ എക്സ്പയറി കൂടെ ആയിരുന്നു. അപ്പം അവിടുന്ന് നല്ലൊരു പുൾ ബാക്കാണ് മുകളിലോട്ട് കിട്ടിയത്. അത് പ്രൈസ് ആക്ഷനൊക്കെ അനുസരിച്ച് പോയതായിരുന്നു. ഇന്ന് 0 ഒക്കെ ആരെങ്കിലും സെൻസെക്സിൽ എടുത്തിട്ടുണ്ടെങ്കിൽ അത് മിക്കവാറും സിയിൽ നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഞാൻ സെൻസെക്സ് നോക്കിയില്ല. അപ്പം എനിക്ക് സെൻസെക്സിൻ്റെ കാര്യം അറിഞ്ഞുകൂടാ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് സംഭവിച്ചത്. നമുക്കിനി ഇന്നത്തെ വോളിയം പ്രൊഫൈലിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇന്നത്തെ വോളിയം പ്രൊഫൈൽ ഒരു ബി ഷേപ്പ് പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഇത് ക്യാപിറ്റൽ ലെറ്റർ ബി, ഒരു ബി ഷേപ്ഡ് പോലെയാണ് തോന്നുന്നത്. അപ്പം ഒരു ക്ലീൻ ആയിട്ടൊരു ബി ആണോ എന്ന് വെച്ചാൽ അല്ല, പക്ഷേ ഒരു ബാലൻസ്ഡ് പ്രൊഫൈലാണ്. അതായത് നമുക്ക് ഈ ബി വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം നമുക്കൊരു ഹൈ വോളിയം നോഡ് വേണം, അതാണ് ഈ കാണുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു അതേപോലെ അത്രയും വോളിയം ഉള്ളതോ അതോ അതിലും വോളിയം കുറച്ച് കുറഞ്ഞു പോയ വേറൊരു നോഡ്. അപ്പം ഇവിടെ അപ്പോൾ നമ്മുടെ വാല്യൂ ഏരിയ എന്ന് പറയുമ്പോൾ അത് ഈ റീജിയനാണ്. അപ്പം ഈ റീജിയനിൽ വാല്യൂ ഏരിയയിൽ നമുക്ക് POC വന്നിരിക്കുന്നത് ലോവർ സൈഡിലാണ്. ഇപ്പോൾ അത് മോശമല്ല, എന്നാൽ അത്ര നല്ലതെന്ന് പറയാനുമില്ല. നമ്മൾ ഇന്നലത്തെ വോളിയം പ്രൊഫൈലിൻ്റെ അനാലിസിസ് പറഞ്ഞപ്പോൾ നമ്മളൊരു പി പ്രൊഫൈലാണ് നമ്മൾ കണ്ടത്. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു പ്രൊഫൈലാണ്. പക്ഷേ ഗ്ലോബൽ അൺസർട്ടനിറ്റീസ് ഒക്കെ ഉള്ള കാരണം നമ്മൾക്കിപ്പം പ്രൊഫൈലല്ല, എന്ത് തന്നെ പോസിറ്റീവായി വന്നു കഴിഞ്ഞാലും ട്രംപ് ഒന്ന് വായ തുറന്നു കഴിഞ്ഞാൽ നമ്മുടെ മാർക്കറ്റ് അടപടലം വീഴുകയാണ്. സോ നമ്മൾക്കത് ഉറപ്പുണ്ടായിരുന്നില്ല. കാര്യം പൂർണ്ണമായിട്ട് ടെക്നിക്കൽസിനെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഇന്നൊരു പോസിറ്റീവാണ് മാർക്കറ്റ് മൊത്തത്തിൽ. കാര്യം ചെറിയൊരു ഗ്യാപ്പ് അപ്പാണ് കിട്ടിയത്. ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ മാർക്കറ്റ് വന്നു എങ്കിലും പക്ഷേ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ പറ്റിയിട്ടില്ല. ചെറിയൊരു ഗ്യാപ്പ് ഇപ്പോഴും ഉണ്ട് ഇവിടെ. അപ്പം 25,200 മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്ത് നിർത്തുമായിരുന്നു. അപ്പം ആ ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ടില്ല. അപ്പോൾ അതൊരു അനോമലി ആയിട്ട് അവിടെ കിടക്കും. അത് നമുക്ക് എന്ന് അത് ഫില്ലാവുമെന്ന് നമുക്ക് അറിഞ്ഞൂടാ. പക്ഷേ അത് നമ്മൾ ചാർട്ടിൽ നമ്മളിനി മാർക്ക് ചെയ്യുമ്പോഴത്തേക്കും അത് ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയ ആയിട്ട് നമുക്ക് മാർക്ക് ചെയ്യേണ്ടി വരും. കാര്യം ഈ 25,200 എന്ന് പറഞ്ഞ ഈ സപ്പോർട്ട് എന്തെങ്കിലും പൊട്ടുവാണെങ്കിൽ അടുത്ത് മാർക്കറ്റ് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ട് സപ്പോർട്ട് എടുക്കാൻ പോകുന്നത് 26-ാം തീയതി ക്ലോസിങ്ങിൻ്റെ അവിടെ വന്ന ഈ ബൈയിങ് ഇംബാലൻസിൻ്റെ അവിടെ വന്നിട്ടായിരിക്കും. അപ്പോൾ അത്രയൊക്കെയാണ് ഇപ്പം വോളിയം പ്രൊഫൈൽ നോക്കിയിട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് ട്രേഡ്സിൻ്റെ കാര്യത്തിലോട്ടേക്ക് വരാം. അപ്പം ട്രേഡ്സ് എന്ന് പറയുന്നത് ഇനിയിപ്പോൾ നാളെ ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങോ അല്ലെങ്കിൽ ഒരു മൈനർ ഗ്യാപ്പ് അപ്പ് ഒക്കെ ആണെങ്കിൽ നമുക്ക് നമ്മുടെ ഈ VPOC നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഈ VPOC പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് തലേ ദിവസത്തെ VPOC. അപ്പോൾ ഇത് രണ്ടും ഏകദേശം ഒരേ ഒരു ലൈനിൽ വരുന്ന കാരണം ഇതൊരു സോണായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇപ്പോൾ ഈ സോണിൽ വന്നിട്ട് നമുക്ക് ഒരു മാർക്കറ്റ് ഇവിടെ വന്ന് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ സപ്പോർട്ട് കിട്ടുമെന്ന് നോക്കാം. എന്നിട്ട് ഒരു റിവേഴ്സൽ ട്രേഡാണ് നമ്മളിവിടെ നോക്കേണ്ടത്. SL ആക്കി വെക്കേണ്ടത് നമുക്ക് വേണമെങ്കിൽ ഈ നോഡിൻ്റെ താഴെ. ഇനിയിപ്പോൾ അതിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ SL ടോളറൻസ് ഉണ്ടെങ്കിൽ നമുക്ക് സപ്പോർട്ട് ഉണ്ടല്ലോ 25,200 എന്ന് പറഞ്ഞാൽ അതൊരു സ്ട്രോങ് സപ്പോർട്ട് തന്നെയാണ്. അപ്പോൾ 25,200 താഴെ SL വെച്ചാൽ മതി. പക്ഷേ നമുക്ക് അത്രയും റിസ്ക് ഉണ്ട് അതിന്. അപ്പം റിസ്ക് റിവാർഡൊക്കെ നോക്കിയിട്ട് വേണം ആ ട്രേഡ് എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി അതല്ല നിങ്ങൾക്ക് ഒരു ലോ റിസ്ക് ആണ് നോക്കുന്നതെന്ന് വെച്ചെങ്കിൽ ഇപ്പം നമുക്ക് മാർക്കറ്റ് ഈ ഏരിയ വരെ ടെസ്റ്റ് ചെയ്യുന്നവരെ വെയിറ്റ് ചെയ്തിട്ട് SL 25,200 താഴെ വെച്ചാൽ അതൊരു നല്ലൊരു ട്രേഡ് ആയിരിക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഇത് റിവേഴ്സ് കാര്യങ്ങളും സംഭവിക്കാം. അതായത് മാർക്കറ്റ് നാളെ ഒരു ഗ്യാപ്പ് ഡൗൺ ആണ് ഓപ്പണിംഗ് വെച്ചെങ്കിൽ ഈ സോൺ വരുന്നത്
നമുക്കൊരു റെസിസ്റ്റൻസ് ആയിട്ടായിരിക്കും. അപ്പോൾ അവിടെ നമുക്കൊരു റിവേഴ്സൽ ട്രേഡ് നോക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒന്നല്ലെങ്കിൽ ഈ സോണ്, അതല്ലെങ്കിൽ 25-200. ഇന്നലെ ഇന്ന് 25-200 സപ്പോർട്ട് ആക്ട് ചെയ്ത പോലെ ആ 25-200 നേരെ തിരിച്ച് നമുക്കൊരു റെസിസ്റ്റൻസ് ആയിട്ട് കിട്ടും, താഴേക്കൊരു ഗ്യാപ്പ് ഡൗൺ ഒക്കെ വരികയാണെങ്കിൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ട്രേഡിൻ്റെ എനിക്ക് പ്രീ മാർക്കറ്റിൽ എനിക്ക് ട്രേഡായിട്ട് കാണാനുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മേജർ ലെവൽസ് വരുന്നത് വോളിയം പ്രൊഫൈലിൻ്റെ ബേസിസിൽ. ഞാൻ വോളിയം പ്രൊഫൈൽ മാത്രമല്ല, ഇതിൻ്റെ കൂടെ ഞാൻ പ്രൈസ് ആക്ഷൻ കൂടെ ചേർത്താണ് വരച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇന്ത്യ വിക്സ് ഇപ്പം ഓൾ ടൈം അല്ല, കമ്പാരിറ്റീവ്ലി കഴിഞ്ഞൊരു 1-2 മാസത്തെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇന്ത്യ വിക്സ് ഭയങ്കര ഹൈയിലാണ് നിൽക്കുന്നത്. അപ്പം മാർക്കറ്റ് ഭയങ്കര വോളറ്റിലായിട്ടാണ് മൂവ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇതുവരെ കഴിഞ്ഞ പ്രാവശ്യം വരെ, ഇന്നലെ വരെ നമ്മൾ മാർക്ക് ചെയ്തത് ഓൾമോസ്റ്റ് ലൈൻസിൻ്റെ തമ്മിലുള്ള ഗ്യാപ്പ് 30 പോയിൻറ്റ്സ് ആയിരുന്നു. അപ്പോൾ ഞാനത് കുറച്ച് കൂട്ടിയിട്ടുണ്ട്. കാര്യം നമ്മൾ ഒരു ക്യാൻഡിൽ തന്നെ നമ്മുടെ 2-3 സോണും ബ്രേക്ക് ചെയ്യണം. സോ അതിൽ ഇപ്പോൾ നമ്മളിനി 30 ഡിസ്റ്റൻസിൽ ലൈൻ വരച്ചിട്ട് വലിയ കാര്യമില്ല. അപ്പോൾ ലൈൻസിൻ്റെ എണ്ണം ഞാൻ കുറച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പ്രോപ്പറായിട്ട് നമുക്കൊരു ടാർഗറ്റും ഒരു സപ്പോർട്ടും ഒക്കെ തരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഇത് ഇന്നത്തെ ദിവസത്തെ മാത്രമാണ്. കഴിഞ്ഞ ദിവസത്തെയും അത് മുകളിലേക്കും താഴേക്കുള്ള ചാർട്ട് ഞാൻ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അപ്പം മാർക്കറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞില്ല, മാർക്കറ്റ് ഭയങ്കര വോളറ്റൈലായിട്ടാണ് ഇപ്പം ബിഹേവ് ചെയ്യുന്നതെന്ന്. അപ്പോൾ നമുക്ക് ഇത്രയും ലൈൻസ് മതിയാവില്ല ചിലവിന് ഗ്യാപ്പ് ഡൗൺ ഒക്കെ വരികയാണെങ്കിൽ. അപ്പോൾ ദയവ് ചെയ്തിട്ട് നിങ്ങൾ ആ ടെലഗ്രാം ഗ്രൂപ്പും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ലെവൽസ് ലൈവായിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ ഉപകാരമായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് ഗാമ എക്സ്പോഷറും ഒയയും നോക്കാം. അപ്പോൾ ഇതാണ് ഒയയുടെ ചാർട്ട്. നമുക്കിന്നറിയാം നിഫ്റ്റിയിൽ നിന്ന് ക്ലോസ് ചെയ്തത് സ്പോട്ടിൽ 25,289. നമുക്കിനി സപ്പോർട്ടിട്ട് വരുന്നത് ഒയെ നോക്കുമ്പോഴത്തേക്കും 25,200 അവിടെ 7.7 മില്യൺ ടോട്ടൽ ഒയെ ഉണ്ട്. ഒയെ ചേഞ്ച്, അതായത് പുതുതായിട്ട് വരുന്ന പുട്ട് റൈറ്റേഴ്സിൻ്റെ എണ്ണം 2.1 മില്യൺ. റെസിസ്റ്റൻസിൻ്റെ അങ്ങോട്ട് വരുമ്പം 25,400 അവിടെ പുതുതായിട്ട് 2.6 മില്യൺ. പിന്നെ ടോട്ടൽ ഒയെ 7.9. 25,500 11 മില്യൺ ഒയെ ഉണ്ട്. ഒയെ ചേഞ്ച് വരുന്നത് 429K. 25,200 കഴിഞ്ഞാൽ അടുത്ത സപ്പോർട്ട് 25,000 അവിടെ ടോട്ടൽ ഒയെ 10 മില്യൺ ഉണ്ട്. പുതുതായിട്ട് 1.3 മില്യൺ പുട്ട് റൈറ്റേഴ്സ് ആഡ് ആയിട്ടുണ്ട്. ഒയെ ചേഞ്ച് കമ്പയർ നോക്കുമ്പോൾ അതായത് എനിക്ക് തോന്നുന്നു 25,200 തന്നെയാണ് ഒരു മേജർ സപ്പോർട്ടായിട്ട് നാളെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്ക് ഗാമ എക്സ്പോഷറിൻ്റെ അനാലിസിലോട്ട് വരാം. അപ്പോൾ ഇതാണ് ഗാമ എക്സ്പോഷറിൻ്റെ ചാർട്ട്. 25,250 തൊട്ട് 350 വരെ സീറോ ഗാമ റേഞ്ചാണ്. അവിടെ മാർക്കറ്റ് ഭയങ്കരമായിട്ട് വോളറ്റൈലായിരിക്കും. മേജർ സപ്പോർട്ട് വരുന്നത് 25,200 തന്നെയാണ്. മേജർ റെസിസ്റ്റൻസ് വരുന്നത് 25,400. ഇത് നമ്മളെ OI അനാലിസിസ് വെച്ചിട്ട് നോക്കുമ്പോൾ സെയിം ആണ്. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് 25,000 സപ്പോർട്ട്, 25,500 റെസിസ്റ്റൻസ്. ഇത്രയൊക്കെയാണ് പറയാനുള്ളത് ഡെയിലി അനാലിസിസിൽ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.